ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസമായി ഇവരുടെ ഉറക്കം കെടുത്തിയ നരഭോജി കടുവ ചത്തതിൽ ഇവർക്ക് ആശ്വാസമുണ്ട്. ഇന്ന് പുറത്തിറങ്ങാനായതിൽ ഏറെ സന്തോഷവും. അപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കടുവയെ കൊല്ലണം, ഇങ്ങനെയുള്ള കടുവയെ കൊല്ലുകയാ വേണ്ടത്. കടുവ സംരക്ഷണം വേണം, എല്ലാ മൃഗങ്ങളും വേണം, പക്ഷേ ഇങ്ങനെയുള്ളവയെ കൊല്ലണം. സംവിധാനം എല്ലാ ആളുകളും കൂടെ കൂടി എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ കൂടിയാലേ ഇത് നടക്കുള്ളൂ. തന്നെ ഇപ്പൊ വളരെ സന്തോഷമാകുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവിടെ മക്കളെ പുറത്തു വിടാനോ, മക്കള് കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കടുവ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ ആശ്വാസമൊന്നുമില്ല. ആ കടുവ തന്നെ ഞങ്ങൾക്ക് അറിയില്ല. ഇനി ഒരു കടുവ എന്നല്ലല്ലോ, കടുവ ഇനി ഉണ്ടല്ലോ കാട്ടിൻ്റെ ഉള്ളിൽ, അത് ഞമ്മക്ക് കാണുന്നില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കൊന്നത് കൊണ്ട്. ഈ ഒരു 3 ദിവസം ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷൻ, കാരണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അതുപോലെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. ആശങ്ക ഇല്ലായൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ ആശ്വാസമാണ്. ഇനിയിപ്പോ ഈ കടുവ തന്നെയാണോ ചത്ത കടുവ, ഇപ്പൊ ആക്രമിച്ച കടുവയാണോ ചത്ത എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ആശ്വാസമുണ്ട് കേൾവിക്ക്. ഇതിപ്പോ വനവ മേഖലയാണ് ഇവിടെ. വലിയ ആശ്വാസത്തിലാണ് മാനന്തവാടി പിലാക്കാവിലെ പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ. പ്രദേശവാസിയായ രാധയെ കൊല്ലുകയും ദിവസങ്ങളോളം ഈ പ്രദേശത്തെ മുൾമുനയിൽ ആക്കുകയും ചെയ്ത കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയ വാർത്ത ആഹ്ലാദത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ചത്തത് നരഭോജി തന്നെയാണെന്ന് വനം വകുപ്പും RRT സംഘവും സ്ഥിരീകരിച്ചതോടെ ഭീതിയുടെ പിടിയിൽ നിന്ന് ഈ നാട് മോചിപ്പിക്കപ്പെടുകയാണ്. മറ്റു പ്രദേശങ്ങളിലും കടുവയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ദൗത്യം തുടരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും വ്യക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും കടുവ ആളെ കൊന്ന സംഭവം ഇവിടെ ആദ്യമാണ്. പഞ്ചാരക്കൊല്ലിയിലെ സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ മീൻമുട്ടിൽ താറാട്ടുരാധയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. പതിവ് മാവോയിസ്റ്റ് പരിശോധനക്കായി കാടുകയറിയ സംഘമാണ് കടുവ തിന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ 8 പേരടങ്ങുന്ന 10 സംഘങ്ങൾ പ്രദേശം അരിച്ചുപെറുക്കി. ആകെ 85 പേരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്. 3 കൂടുകളും സ്ഥാപിച്ചു. ഞായറാഴ്ച വനത്തിലെ തിരച്ചിലിനിടെ ജയസൂര്യ എന്ന വനപാലകനെ കടുവ അടിച്ചിട്ടു. തിരച്ചിൽ തുടർന്ന് 3-ാം ദിവസവും കടുവയെ കണ്ടെത്താനായില്ല. തിങ്കളാഴ്ച രാവിലെ പരിശോധന പുരോഗമിക്കുന്നതിനിടയിലാണ് കടുവയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. കടുവയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും ജഡത്തിലെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളും ഒത്തുനോക്കി വിദഗ്ധ സംഘം മൃതദേഹം നരഭോജിയുടേതെന്ന് സ്ഥിരീകരിച്ചത്. ചത്തതുകൊണ്ട് തൊഴിലാളികൾക്ക് പണിക്ക് പോകാം, ഒരു സമാധാനം. ഇല്ലെങ്കിൽ അവരുടെ വയറിൽ തീയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണേ.